ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അവർക്ക് തുടങ്ങിയോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മേസ്തിരി? ഇത് അവളുടെ വണ്ടിയല്ലേ? എവളുടെ? ശകുന്തളയുടെ. കൊട്ടാരക്കര കോളേജിന്റെ. നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ്. പോളിഷിംഗ് മാത്രം പോരാ. ഇനി സാംസ് ഗാരാജിന്റെ, എന്റെ, പപ്പുമേശയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് ഇത് കാണിക്കണം. എടുത്ത് മാറ്റേ, അവിടുന്ന് മാറണോ? നീ ഇപ്പഴത്തെ വാ, ഇറങ്ങണം അവിടെ. തൊട്ടു വരുന്ന വണ്ടി പറയും. മെസ്സിരി എറിയരുത്, എറിയരുത്. സോറി. ഇതാണ് ശകുന്തള. ഇതാണ് ശകുന്തള. സോറി, മൈ മിസ്റ്റേക്ക്. അവൻ എന്റെ കൈ കിട്ടിയ ഞാനവന് പൊടിച്ചു കളയും. അതിന് അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. അതെ, അവൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അച്ഛനിങ്ങി വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. എന്താ എന്ത് പറ്റി ശ്രീമോക്ക്? ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്കൊന്ന് എക്സ്റേ എടുപ്പിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 നേരം ആവി പിടിച്ചാ മതി. അതിന് ഇവിടെ അടങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി. അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും, അല്ലേ മോളെ? എന്ത് ത്രില്ലിംഗ് ആണല്ലോ. അതെന്താ കയ്യില്? പിന്നെ എന്റെ കയ്യിലുണ്ട്. You fool! Sorry! അയ്യോ, it's my mistake. Sorry. Sorry. എന്റെ ടയറ് എനിക്ക് വച്ചിട്ടുണ്ട്. ടയർ ഒരാളെ ഓടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ലക്ഷ്മി എടുത്തേ. പോട്ടെ പോട്ടെ. ലക്ഷ്മി എടുത്തി, ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ദാ വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കുട്ടി ഇടപെടണ്ട കേട്ടോ. അവളുടെ കാറല്ലേ? ഇങ്ങനെ കാറ് പാർക്ക് ചെയ്താൽ ഞാൻ എന്റെ കാർ എങ്ങനെ എടുക്കും? എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ള. ഇത് പിടിക്കേ, ഞാനിപ്പോ വരാം.
ഹലോ. ഹലോ. ആ കാറൊന്ന് മാറ്റിയിട്ട വലിയ ഉപകാരമായിരുന്നു. ആ കാറൊന്ന് മാറ്റിയിട. ഏത് കാരൻ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ ആരാ? എന്റെ പേര് സാം അലക്സാണ്ടർ. കുട്ടിക്ക് വേണമെങ്കിൽ എന്നെ അലക്സ് എന്ന് വിളിക്കാം. അതെന്റെ പെറ്റ് നെയിമാ. കുട്ടിയുടെ കാറ് എന്റെ കാറിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുക. അതങ്ങോട്ട് മാറ്റിയിട്ടാ എനിക്കങ്ങ് പോകാമായിരുന്നു. എക്സസൈസ് കഴിഞ്ഞിട്ട് ആലോചിക്കാം. എക്സസൈസ് എപ്പോ കഴിയും? ആ അതെ, ഇതിനൊരു തീരുമാനം. ആശ്വാസായി. ഇനി സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. അതെ, 5 മണിക്ക് അർജന്റായിട്ട് കൊടുക്കേണ്ട ഒരു വണ്ടിയാണ്. കീ എവിടാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്ത് മാറ്റിയിട്ടോളാം. കീ എവിടെയായിരിക്കുന്നെന്ന് പറഞ്ഞാ താൻ എടുക്കോ? എടുക്കാം. വെയിറ്റ്. എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ കീ തരാം. എന്തിന്? കാറ് മാറ്റിയെന്ന് പറഞ്ഞാൽ കാല് പിടിക്കണം? അതിനല്ല, താൻ എന്നോട് കാണിച്ച ക്രൂര കൃത്യങ്ങൾക്ക് ഒരു പനിഷ്മെന്റ്. ഞാൻ 10 വരെ എണ്ണും. അതിന് 10 വരെ എണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് വാസ് വെരി നൈസ്. ஆதியிலே வார்த்தை இருந்தது, அந்த வார்த்தை தேவனிடத்தில் இருந்தது, அந்த வார்த்தை Please bind us together with love. മോടെ പേരെന്താ? ശ്രീദേവി. ഇച്ചാച്ചാ, എന്നെ ആ എന്തിന്? ഒന്ന് വന്നേ. വരാൻ. ഇതാണ് എന്റെ ഇച്ചാച്ചൻ സാം അലക്സാണ്ടർ. ഇത് ശ്രീദേവി. ഹലോ. ഹലോ. പോട്ടെ അമ്മേ. ബൈ സോണി. ബൈ. എന്ത് നല്ല കുട്ടി, നല്ല അടക്കോ ഒതുക്കോ. ഇച്ചാച്ചൻ എന്താ നോക്കിയിരിക്കുന്നേ? മനുഷ്യരെ കണ്ടിട്ടില്ലേ? ആരെ? ബാ. എന്താ മോളെ, ഗന്ധർവം കൂടിയ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമ്പേയും പുലമ്പുന്നത്? ആ ഒന്നുമില്ല. എന്നാ വന്ന് കിടക്ക്. ആ പിന്നെ ലക്ഷ്മിയെടുത്തി. എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒക്കെ വളരെ മോശമാണ്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും വായിക്കണ്ട. വയറിന് ഓരോ അസുഖം. എടുത്തിട്ട് വേണം. എவ்வளவு നേരം എടുത്തിട്ട് വരണേ. ശീഘ്രമായി. എவ்வளவு നേരം കാത്തിരിക്കാം? നിങ്ങൾ വയ്ക്കോ. നീ വരുന്നില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ഞാൻ ഇപ്പോഴും എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട്. ഐസ്ക്രീം പേഴ്സ് നീ ആവശ്യമുള്ള വാങ്ങിച്ചു വെച്ചോ. നേരത്തെ വീട്ടിലെത്തിയേക്കണേ. പോയാ
വാർത്തയല്ലേ ഉടച്ചിട്ട് നില്ലയ്യ കയ്യിന്ന് വിടറോ യ്യോ, കയ്യിന്ന് വിടാൻ കയ്യിന്ന് വിട്. ആ, ഏയ്, ഏയ്. എന്റെ കയ്യിന്ന് വിട്. ആ, ഓ, பாவி ആ. தைரியம் உனக்கு இருமா நான் கேக்குறேன். டேய் என்னடா ஐயோ நான் என்ன பண்ணுவேன் கடவுளே என்ன மானம் போச்சு எங்க மானம் போச்சு? எதுக்கு தான் நீ மார்க்கெட் யாரும் போடுற செய்யவில்லை. Sorry, it's my mistake. ஐயோ என்னவா அது சாரி ஐயா, வாங்க ஐயா. ஏய், கண்ணு ഞാൻ ஐயோ வேண்டாண்ணே மன்னிச்சிருங்க அந்த அம்மா சொல்லிட்டா இந்த பொண்ணோட திமிர பாத்தீங்களா இவரை ரவுடிய வச்சு அடிக்கலான்னு பாத்தியா ஐயோ நான் இவரை புடலங்கா வச்சு அடிச்சிட்டேனே மன்னிப்பு கேள்டி ஐம் சாரி ஐ ஆம் சாரி இல்ல தமிழ் പറ இவர் கூட മനസ്സിലാവട്ടെ என்ன மன்னிச்சிடுங்கோ கால்ல விழுந்து மன்னிப்பு கேள்டி மூஞ்ச பாரு கால்ல விழுந்து மன்னிப்பு கேளுடி കാലൊന്നും വേണ്ട എവിടെ എന്താ മോളെ കാര്യം?
ഇപ്പൊ ഒരാളെ തൂക്കിക്കൊല്ലണം. പറ്റുമോ? മോൾ എന്തായി പറയുന്നേ? തൂക്കിക്കൊല്ലേ? അല്ലെങ്കിൽ വേണ്ട. 10 വർഷം ഒരുത്തന് ജയിലിലിടാമോ? എന്താ ഉണ്ടായേ? ഒരുത്തന് വലിയ അഹങ്കാരം. ഞാൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഏറ്റില്ല. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവന് ജയിലിൽ കയറ്റി 2 ഇടി കൊടുക്കാൻ അങ്കിളിന് പറ്റുമോ? ഐജി അങ്കിളിന്റെ ശ്രീമോക്ക് വേണ്ടിയല്ലേ? ആ ശരി. ആ, അച്ഛനും ചേട്ടനും അറിയണ്ട. പിള്ളേരെ വഴിയിറക്കാൻ സമ്മതിക്കില്ല. എടാ ഓക്കെ മാഡം, പറഞ്ഞതുപോലെ കൈകാര്യം സർ, ഞാൻ മൂക്കിനൊരു ഇടി ഇടിച്ചോ? വേണ്ട വേണ്ട, ഞാൻ ഇടിച്ചോളാം. ഇപ്പൊ തന്നെ ചാകാറായി, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇടിച്ചോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അണ്ടർസ്റ്റാൻഡ്? യു തേർഡ് റേറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്, സ്കൗണ്ടർ, monkey. ബൈ ഇൻസ്പെക്ടർ. ഓക്കെ മാഡം. എന്തൊക്കെയാ അലക്സ് ചെയ്ത്? കേട്ടില്ലേ സാറേ? സ്കൗണ്ടറൽ, മങ്കി. അതല്ല, ഇതാണ് പരിശുദ്ധമായ പ്രേമം. സാറിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വേറെ വല്ലവരായിരുന്നെങ്കിൽ? എന്നാലും ആ പെണ്ണ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോന് വടക്കേടത്ത് വണ്ടിപ്പാപ്പന്റെ ഒറ്റ മകൻ സാക്ഷാൽ ഈ സാം അലക്സാണ്ടർ വക ഒരു ചെറിയ ഡോസ് കൊടുക്കണ്ടേ സോമൻ സാറേ? തീർച്ചയായും. മങ്കി അല്ലേ?